തൈക്കൽ അന്തകാനഴി റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ജനപ്രതിനിധികൾ ബുധനാഴ്ച കളക്ടറിന് മുന്നിൽ നിരാഹാര സമരം സംഘടിപ്പിക്കും. കടലോരത്ത് തീരദേശ ഹൈവേയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾ നടക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ മൂന്നാമത്തെ ഒരു സമര പരിപാടിയാണ് നാളെ നടക്കാൻ പോകുന്ന കളക്ടറേറ്റ് മുമ്പിൽ പട്ടണക്കാട് കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ സമരം, നിരാഹാര സമരം ഒരു ദിവസം. തീരദേശ റോഡ് നിങ്ങളും സഞ്ചരിക്കുന്നവരാണ്. ഒട്ടേറെ പ്രതിസന്ധികളുള്ള പ്രദേശങ്ങളാണ് ഈ കടലോരം. ഒരുപാട് വാർത്താ പ്രാധാന്യം നിങ്ങളെല്ലാവരും എഴുതി വിഷമിച്ചാണ് നമ്മുടെ കടൽഭിത്തി പോലുള്ള വിഷയം. അതിനേക്കാൾ ഗുരുതരമായി തകർന്നു കിടക്കുന്ന ഒരു റോഡ് 7 കിലോമീറ്റർ വരുന്ന തൈക്കൽ ബീച്ച് മുതൽ അന്തകാനഴി വരെ പാലം വരെയുള്ള പ്രദേശം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിന് നമുക്കറിയാം, തീരദേശ ഹൈവേ എന്ന് പറയുന്ന ആ പ്രതിഭാസത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. കല്ലിടൽ സ്ഥാപിക്കൽ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ 585 കിലോമീറ്ററാണ് തീരദേശ ഹൈവേ എന്ന് പറയുന്നത്. അതിൽ കടക്കരപ്പള്ളിയെയും പട്ടണക്കാടിനെയും ബന്ധിപ്പിക്കുന്ന തീരദേശ ഹൈവേയുടെ 7 കിലോമീറ്റർ ഭാഗത്ത് മാത്രം തകർന്ന റോഡിന് ഉദാഹരണമായിട്ട് പറയുന്നത് തീരദേശ ഹൈവേ വരുന്നതാണ്. ബാക്കി എല്ലാ റോഡുകളും ഇപ്പോൾ തന്നെയാണ് ഈ കാലഘട്ടത്തിലാണ് നവീകരിച്ചത്. അപ്പോൾ ഇവിടെ ഇത് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ജനങ്ങൾ വീണ്, വാഹനങ്ങൾ 2 വീലർ പോകുന്ന ഒരുപാട് അപകടങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേക സ്ത്രീകൾ വീഴുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ പറഞ്ഞിട്ടും ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ ശ്രദ്ധ അതിലേക്ക് വരുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് വരുന്ന പി പ്രസാദ് സാറാണ് അവിടുത്തെ MLA. അദ്ദേഹത്തോട് നിരന്തരം ഞങ്ങൾ കാണുമ്പോഴും എല്ലാ മീറ്റിങ്ങിലും പരസ്പരം കാണുമ്പോഴൊക്കെ പറയുന്നു, കടലോരത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമായ റോഡ് തകർന്നു കിടക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ റോഡുകളുടെ ശോചനീയാവസ്ഥ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ്. പാതാള കുഴികളാണ് ഇപ്പോൾ വീണിരിക്കുന്നത്. നമ്മുടെ ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് മുഴുവൻ വാഹനങ്ങളും അതിലെയാണ് കടന്നു പോകുന്നത്. ആ റോഡ് നിർമ്മിക്കണമെന്നുള്ള ആവശ്യം ഇപ്പം നമുക്കവിടെ ഒരുപാട് ജനകീയ യുവജന ശബ്ദവും അതുപോലെ ദേവാലയങ്ങളിലെ വൈദികരുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ നടക്കുകയാണ്. ഈ സമരം ആരും നടത്തിയാലും ഇതിൻ്റെ പരിഹാരമാണ് വേണ്ടത്. ഈ പരിഹാരത്തിന് യാതൊരു പോംവഴി ഉണ്ടാകുന്നില്ല. വെറും 7 കിലോമീറ്റർ റോഡെന്ന് വെച്ചാൽ 2,10,00,000 രൂപ ഉണ്ടെങ്കിൽ നടക്കുന്ന ഒരു റോഡ് നിർമ്മാണം ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും, അത്രയേറെ ജനങ്ങളുടെ സഞ്ചാരയോഗ്യമായ റോഡ് തകർന്നു കിടക്കുന്നത്, അതിനുവേണ്ടി ഒരു ഫോളോ അപ്പ് ചെയ്യാൻ ബഹുമാനപ്പെട്ട ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധിക്കുന്ന മന്ത്രിയാണെങ്കിലും അതിനൊരു തീവ്രത എടുക്കുന്നില്ല എന്നുള്ള പ്രതിഷേധമാണ് നാളെ പട്ടണക്കാട് തീരദേശത്തുള്ള ജനപ്രതിനിധികളും അതുപോലെ പട്ടണക്കാട് പഞ്ചായത്തിലെയും കടക്കരപ്പള്ളി പഞ്ചായത്തിലുള്ള കോൺഗ്രസ് ജനപ്രതിനിധികൾ സമരത്തിലേക്ക്, നിരാഹാര സമരത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചു. തൈക്കൽ മുതൽ അന്തകാനഴി വരെയുള്ള തീരദേശ റോഡിന്റെ തകർച്ചയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കി കോൺഗ്രസ് പ്രവർത്തകർ. വിഷയത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് പട്ടണക്കാട് കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തീരദേശവാസികൾ ബുധനാഴ്ച കളക്ടറേറ്റ് പടിക്കൽ നിരാഹാര സമരം നടത്തും. കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെയിംസ് ചികുതറ, TS ജാസ്മിൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ്, ജനപ്രതിനിധികളായ സിനിമോൾ സാലസ്, PR രാജേഷ്, സന്തോഷ് പുല്ലാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുൻകാലങ്ങളിൽ PWD കയറി ഇടക്ക് വന്ന് കുഴി നിവർത്തുന്ന ഒരു സംവിധാനം, പക്ഷേ ഇപ്പോൾ കുഴി നിവർത്തൽ എന്ന് പറയുന്നൊരു സംവിധാനത്തിലേക്ക് പോകാൻ സാധ്യമല്ലാത്ത രീതിയിലേക്ക് മുതലക്കുഴികളായി ആ റോഡ് മാറിക്കുന്നു. അവിടുത്തെ തീരദേശ ജനത ഈ പറഞ്ഞ പോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഇവർ ചെല്ലാനം, കൊച്ചി ഹാർബറിലേക്ക് പോകുന്ന ഏക ആശ്രയം ഈ റോഡാണ്. അവർക്ക് ആശ്രയിക്കാൻ പറ്റിയ മറ്റൊരു മേഖലയില്ല. NHന്റെ പണി നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ റോഡ് ഏറ്റവും അടിയന്തരമായിട്ട്, കാരണം ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ആ തീരദേശവാസികൾ പലരും ആ കുഴികളിൽ വീണ് ആക്സിഡൻ്റ് ആയിട്ട് വീടുകളിൽ കഴിയുന്നവരുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയെയും സ്ഥലം MLAയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിനെയും നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ്. അവർ പറയുമ്പോഴെല്ലാം ഈ 2.5 കോടി രൂപയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിലവിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ട്, ജനങ്ങളുടെ പ്രതിനിധികളായിട്ട് പല രീതിയിലും ഭാവത്തിലും അവിടെ സമരങ്ങൾ നടക്കുകയാണ്. സമരങ്ങൾ നടക്കുന്നതിനെല്ലാം ഒരു ദിവസത്തെ ഒരു വാർത്താ പ്രാധാന്യം കിട്ടി അത് കഴിഞ്ഞു പോവുകയാണ്. പക്ഷേ അവിടെ നമുക്കൊരു തീരുമാനമാണ് ലഭ്യമാകുന്നത്. ആ തീരുമാനം ലഭ്യമാകുന്നത് വരെ പല രീതിയിലും ഭാവത്തിലും നമ്മുടെ സമരമുറകൾ തുടരുമെന്ന് മാത്രമേ പറയാനുള്ളൂ.